ഒരു കാര്യം ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ പറയാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന് നിങ്ങളാണ് ഉത്തരവാദി. നിങ്ങൾ അമിതമായി കഴിക്കുന്ന ആഹാരം മൂലം നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയും രക്തത്തിൽ നിറയുന്ന പഞ്ചസാരയെയും എന്ന് പറഞ്ഞാൽ മധുരം കഴിച്ചിട്ടല്ല മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ് അമിതമായി കഴിക്കുന്നത് മൂലം ചോറും മറ്റ് ചപ്പാത്തിയും പൊറോട്ടയും കഴിക്കുന്നത് മൂലം രക്തത്തിൽ അമിതമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ലെവലും നിങ്ങളുടെ ശരീരത്തിൽ അമിതമായി അടിയുന്ന മേധസ്സും അതുമൂലം നിങ്ങൾക്ക് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ ഹാനികരമാക്കുന്ന, അപകടത്തിലാക്കുന്ന ലിവറിൽ ഫാറ്റി ലിവറും പിന്നീട് അത് ലിവർ സിറോസിസായി ലിവറിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് മൂലം ശരീരം ഒന്നാകെ അപായത്തിലേക്ക് പോയി മരണത്തിലേക്ക് പോകാൻ അപകടകരമായ കാര്യവും. ഇതിനൊക്കെ കാരണം അമിതമായി അനാവശ്യമായി അനാരോഗ്യകരമായി കഴിക്കുന്ന ഭക്ഷണശീലമാണ്. ഭക്ഷണമെന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള പോഷകങ്ങളാണ് വേണ്ടത്. എന്നാൽ അതിൽ ചില ഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റ് പോലെയുള്ളത് ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കേണ്ടത് അമിതമായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അത് ശരീരത്തിൽ പല ഭാഗത്തായി സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെയാണ് ഗ്ലൂക്കോസായിട്ടും ഫ്രക്ടോസായിട്ടും ശരീരത്തിൽ അമിതമായി അടിയുന്നു. അപ്പോൾ അതിനെ നീക്കം ചെയ്യാൻ ഒരു മരുന്നുമില്ല, ഒരു ഗുളികയുമില്ല. പരിഹാരം എന്താണ്? അന്നന്ന് കഴിക്കുന്ന ആഹാരം ആവശ്യം കഴിഞ്ഞുള്ള അന്നന്ന് കത്തിച്ച് കളയുക. അധികം കഴിച്ചു പോയെങ്കിൽ തന്നെ അന്ന് വൈകുന്നേരം നടക്കുകയോ ഓടുകയോ വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിച്ച ഭക്ഷണം ഈവനിങ്ങിൽ ഒരു നല്ല എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും ഡോസ്, 1 മണിക്കൂറാണോ 1.5 മണിക്കൂറാണോ, നിങ്ങൾ ആവശ്യാനുസരണം അവനെ ബേൺ ചെയ്ത് കളയാനായിട്ട് 1.5 മണിക്കൂറോ 1 മണിക്കൂറോ നടക്കുകയോ എക്സർസൈസ് ചെയ്യുകയോ ചെയ്ത് അന്നന്നത്തെ ബേൺ ചെയ്താൽ അതാണ് യഥാർത്ഥ സൊല്യൂഷൻ. എങ്ങനെ അറിയാം? നിങ്ങൾ ബേൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഷുഗർ നിങ്ങളുടെ ബോർഡർ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ആ ബ്ലഡ് വൈകുന്നേരം എക്സർസൈസിന് ശേഷം നിങ്ങളുടെ ബ്ലഡ് നോക്കിയാൽ അറിയാം നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവല് 100 താഴെയോട്ട് അല്ലെങ്കിൽ 100-നടുത്തേക്കെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് നോക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ അറിയാം നിങ്ങളുടെ ഫാറ്റിൻ്റെ ലെവല് അഥവാ വെയിറ്റ് ആവശ്യത്തിലാണോ നിൽക്കുന്നതെന്ന്. അധികമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളാണ് അത് ചെയ്യേണ്ടത്. അധികം കഴിച്ചതിനെ, നമ്മളായിട്ട് വരുത്തിയതിനെ നമ്മളായിട്ട് കത്തിച്ച് കളയണം. അല്ലാതെ ഒരു വൈദ്യനും ഒരു ഭിക്ഷക്കാരനും നിങ്ങൾ വരുത്തിയ വിനയം മാറ്റിക്കളയാൻ പറ്റിയ ഒരു മരുന്നും ഇല്ല. ഇത് തിരിച്ചറിഞ്ഞാൽ ആരോഗ്യകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാം. നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. ദീർഘായുസ്സോടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ